ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി, ചമ്മന്തി ഇത്ര ഐറ്റംസ് ആയിരുന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ തമിഴ്നാട്ടിലെ ചട്നിയും ദോശയും ഇഡ്ഡലിനെ പറ്റിയൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതാണ് നമ്മൾ താമസിച്ച കോട്ടേജ് കേട്ടോ. ഒരു ഹോള് 2 ബെഡ്റൂം എന്ന രീതിയിലാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ അങ്ങനത്തെ 4 എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മറ്റൊരു വാട്ടർഫോളാണ്. ഫസ്റ്റായിട്ട് രാവിലെ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റായിട്ട് ഈ വാട്ടർഫാളിലേക്കാണ് വരുന്നത്. 5 വാട്ടർഫാൾസിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എല്ലാ വാട്ടർഫാളിലും കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് കുളിക്കാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛനും മോനെ ഇറങ്ങാൻ നിൽക്കുകയാണ് വെള്ളത്തിൽ കുളിക്കാൻ. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? തണുപ്പ് നമ്മൾ ഇന്നലെ രാത്രി മെയിൻ ഫാൾസിൽ കുളിച്ച അത്രയ്ക്കുള്ള തണുപ്പില്ല. പകലിനടുത്ത് കുളിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. നമ്മൾ രാത്രി കുളിച്ച സമയത്തുള്ള ഒരു ഫീലില്ല. വൈബൊന്നും ഉണ്ടായിട്ടില്ല. പനങ്കളാണ്. തമിഴ്നാടിൻ്റെ പല ഭാഗത്തു കൂടി പോകുമ്പോഴാണ് നമ്മൾ ഈ സാധനം കൂടുതലായിട്ട് കാണാറുള്ളത്. ഇതുപോലെ നൊങ്ക് കെട്ടി തൂക്കിയിട്ട് പനങ്കൾ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കുളിയെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇനി അടുത്ത എവിടെയാണ്? എടാ അവിടെ കുറച്ച് കുടിച്ചവിടെ തണുപ്പുണ്ടോ? ഞങ്ങൾ അച്ഛൻ കോവിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. സമയക്കുറവ് കാരണം ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് കരുതി തെന്മലയിലേക്കാണ് പോകുന്നത്. തെന്മല എക്കോ ടൂറിസം പദ്ധതി ഉണ്ട്, അവിടേക്കാണ് പോകുന്നത് കേട്ടോ. തെങ്കാശിയിൽ നിന്ന് തെന്മല റൂട്ടിൽ പോകുന്ന വഴിയാണ് കേട്ടോ ഈ പാലം കണ്ടത്. നമ്മൾ ഈ പാലം പോയി കാണുന്നത് കരുതിയതാണ്. പക്ഷെ നമ്മൾ ഈ പോകുന്ന വഴിയാണ് പാലം എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. 13 ആർച്ച് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ കൊല്ലം ചെങ്കോട്ട റൂട്ട് റെയിൽവേ പാതയാണിത്. ഇത് നിർമ്മിച്ചത് നമ്മുടെ ബ്രിട്ടീഷുകാരാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ അടുത്താട്ടോ. നല്ല പേരുണ്ട്, കൊടത്തോളം. ഏത് ഇത് പോയിട്ട് മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഈ വണ്ടിയിൽ അഡ്വഞ്ചർ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ 4 കിലോമീറ്റർ പോയി വരുന്നതാണ് പറയുന്നത്. അതിന് ഒരാൾക്ക് 89 രൂപയാണ് ചാർജ് ചെയ്തത്. പിന്നെ കൊട്ടവഞ്ചിയുണ്ട്. കൊട്ടവഞ്ചിയിൽ പോകണമെന്നുണ്ടെങ്കിൽ 4 പേർക്ക് 590 രൂപയാണ് ചാർജ് പറഞ്ഞത്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ട്രെക്കിംഗ് ഉണ്ട്. ട്രെക്കിങ്ങിന് വരുന്നത് 4 പേർക്ക് 2360 രൂപയാണ്. 3 മണിക്കൂർ കാട്ടിൻ്റെ അകത്തൂടെ നടക്കാൻ കഴിയും. പിന്നെ എക്സ്ട്രാ വരുന്ന ആൾക്ക് 385 രൂപ ചാർജ് വരും. അപ്പോൾ നമ്മളിന്ന് ജംഗിൾ സഫാരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി എടുത്തിട്ടുണ്ട്. മെയിൻ റോട്ടിൽ നിന്ന് കാട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അവസാനം എത്തിച്ചേർന്നത് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇവിടെ എങ്ങനെ? ഇപ്പൊ 89 രൂപ വന്നു. അവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 കിലോമീറ്ററാണ്. കാട്ടിനകത്ത് കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്താണ് വന്നെത്തുന്നത്. കാണാൻ അടിപൊളി സ്ഥലമാണ്. നല്ല ഭംഗിയാണ് കാണാനിട്ടാ. മലകളും പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചെറിയ മരങ്ങളും കൂടി ഉണ്ടാകുമ്പോൾ സൂപ്പറാണ്. നല്ല വെയിലാട്ടാ. ഈ സമയത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഭയങ്കര വെയിലാണ്. നമ്മൾ
നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് 45 മിനിറ്റ് വരെ ഇവിടെ നിൽക്കാനുള്ള ടൈം അവർ തരും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോയാൽ മതി. പക്ഷെ നമ്മളിത് 45 മിനിറ്റ് നിൽക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. ജിൻഖലഗ റെസ്റ്റോറൻറ്റ്. സാമ്പാർ. കുറച്ചാളുകൾ ഊണ്, കുറച്ചാളുകൾ ബിരിയാണി, കുറച്ച് പൊറോട്ട, അങ്ങനത്തെ ഐറ്റംസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഊണാണ് കേട്ടോ. ഊണെങ്ങനെയുണ്ട് പ്രമോദേ? സൂപ്പർ 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 ഊണ്. ബിരിയാണി 5 കാക്കില്ല. അത് ക്യാമറ പറയാം. അപ്പം നമ്മൾ അടുത്തത് എവിടെ പോണേ? കുട്ടവഞ്ചി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്ത് കുട്ടവഞ്ചി സഫാരി നടത്താൻ പോവാണ്. ഇല്ലടാ ആകെ ക്ഷീണിച്ച ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ച് തോന്നുന്നുണ്ട്. പിന്നെ മുടി കുളമല്ല. മുടി കുളമാവും. ബോട്ടിങ്ങിന് താഴേക്ക് പോകണം. KSRTCൻ്റെ ഉല്ലാസയാത്ര വന്നതാണ്. കുട്ടവഞ്ചിയിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായി നിൽക്കുന്നുണ്ട്. 15 ആൾക്കാർ റെഡി ആയിട്ടുണ്ട്. 3 ആൾക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ആൾക്കാർ നമ്മളെ ഒരാൾ, രണ്ടാൾ, ഒരാൾ 3 ആൾക്കാരില്ല. അപ്പോൾ ഏതായാലും ബാക്കിയുള്ള ആൾക്കാർ ഞങ്ങൾ കയറി പോവാണ്. 4 ബെഞ്ചേ ഉള്ളൂ. നിങ്ങൾ 15 പേരല്ലേ ഉള്ളൂ. നമുക്ക് 4 ബെഞ്ചിൽ അഡ്ജസ്റ്റ് ഒന്നിച്ച് കെട്ടിയാൽ പോരെ. 4 കെട്ടാം. 4 ബെഞ്ച് കയറിയ 4 ബെഞ്ച് താന്നു പോവോ? വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും കൊട്ടവഞ്ചി യാത്ര തുടങ്ങിയിട്ടുണ്ട്. 20 മിനിറ്റാണ് പറയണത് കൊട്ടവഞ്ചി. നമ്മൾ ആ സഫാരി പോയപ്പോൾ കണ്ട പുഴയുടെ ഒരു ഭാഗം തന്നെ കേട്ടത്. ആ ഡാമിൻ്റെ കളംകുന്ന് ഏരിയ. നാലും അഞ്ചും അടുത്തുള്ളത്. 4 5 കൂടി ഒരുമിച്ചാണ് പോണത്. അടിപൊളി. കറങ്ങേട്ടടാ അതിലല്ലേ? വാ, സൂപ്പർ സൂപ്പർ. ഒരാൾ തല കറങ്ങിക്കിട്. എന്താ സാറേ, കുറച്ച് വെള്ളം കുടിച്ചോ? അത് വെള്ളം ഇഷ്ടം പോലെ. എല്ലാ കൊട്ടയും കറക്കുന്നുണ്ട്. ഞാൻ പുതിയായിട്ട് നാളെ മുതൽ കയറാൻ പോവാ. കാണുന്ന മാതിരിയല്ലേ? കാണുന്ന മാതിരില്ലട്ടാ. തുഴഞ്ഞു കഴിഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. കൊട്ടവഞ്ചിക്ക് അടിപൊളിയാണ്. ബോട്ട് വരുന്നുണ്ട്. ആ ബോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വഞ്ചിങ്ങനെ കിടന്നിട്ട് സ്റ്റാർട്ട് കളിക്കും. ഇതെത്ര ഒരാൾക്ക് 350 രൂപ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് ഈ ബോട്ടിന് ഒരാൾക്ക് 350 രൂപയാണ് ചാർജ് കേട്ടോ. ഞങ്ങൾ നേരത്തെ പോയി കണ്ടില്ല, കാട്ടിലൂടെ ഒരു കാട്ടിൻ്റെ അകത്തൂടെ ഒരു സഫാരി നടത്തില്ലേ, അതുവരെ പോകും ഈ ബോട്ട് ഇവിടുന്ന്. അങ്ങനെ നമ്മളെ പ്രമോദ് സാറ് കുറേ ദൂരം വന്നില്ല ഈ ആയത്ത് തുഴഞ്ഞിട്ട്. പക്ഷെ ഞാനത്ര കൂടുതൽ തുഴയാൻ പറ്റിയില്ല, ഒരു ഐഡിയ കിട്ടില്ല തുഴയാൻ. എങ്ങനെയുണ്ട് മക്കളെ? ഞങ്ങളുടെ എനിക്കാട് അടിപൊളിയായിരുന്നു. എങ്ങോട്ട് വായിച്ചോ? സൂപ്പറല്ലേ? 8 ദിവസം കാട്ടിൽ തങ്ങാൻ വേണ്ടി പോകാമെന്നാണ് പറയണത് കേട്ടോ. അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്, കടുവൻ്റെ സെൻസസ് ആണെന്നാണ് പറയണത്. ആ ബോട്ട് കയറിയിട്ടാണ് പോകുന്നുണ്ടാവുക. എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല.
ആ വഞ്ചിയിൽ കിടന്നിട്ട് ആകെ തല കറങ്ങിയിട്ട് വേർത്ത് കിടന്നിട്ട് അതല്ല ഇറങ്ങിയിട്ട് അവിടെ ഇരിക്കട്ട് കുറേ നേരം. ഇവർക്ക് വേണ്ടി ഇരുന്ന കാരണമാണ് ഇപ്പം നമുക്ക് മറ്റേ കുന്നുമൊക്കെ പോകാതിരിക്കാൻ പറ്റിയത്. അത്രയും ടൈം വേസ്റ്റ് ആയിപ്പോയി. ഈ ഐസ്ക്രീം ഒന്ന് നമുക്ക് കുരങ്ങനെ കൊടുത്തു നോക്കട്ടെ, എന്താ അവസ്ഥ എന്നറിയില്ല. വാങ്ങിക്കുക എന്താണെന്ന് അറിയില്ല കേട്ടോ. ഐസ് തിന്നോന്ന് അറിയില്ല, അതായത് കൊടുത്തു നോക്കാം നമുക്ക്. ഓക്കെ ആ എന്നാ താങ്ക് യു. പറഞ്ഞില്ല. ഈ മാമനാ വാങ്ങിക്കൊടുക്കണേ, ഐസ്ക്രീം വാങ്ങിക്കൊടുക്കണേ. ഈ മാമനാണ്. അപ്പോൾ സജാദ് ഐസ്ക്രീം കൊടുക്കാൻ പോകണേ. ഇല്ല കൊടുത്തോ ഒരാ കൊടുത്തോ. ഏതായാലും ഏകദേശം ഞങ്ങൾ ട്രിപ്പൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ പോകാനാ ഇപ്പം എല്ലാം 5 മണിയൊക്കെ ക്ലോസ് ചെയ്യില്ലേ? വരുന്ന വഴി ഒരു അരുവിയിൽ നിർത്തിയിട്ടുണ്ട്. നിർത്താനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് കുളിക്കണം. അപ്പോൾ കുളിക്കുന്നുണ്ട് കുറച്ച് ആളുകളവിടെ. പ്രമോദുണ്ട്, ജാസിറുണ്ട്, പ്രമോദിൻ്റെ മോനുണ്ട്. അപ്പോൾ ഏതായാലും 5 മണി ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ സ്ഥലങ്ങളും ക്ലോസ് ചെയ്യുക. കാരണം നമ്മളിങ്ങനെ കൂടുതൽ സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയില്ല. ഒരുപാട് സ്ഥലം ഓടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അത് കാരണം ഒരുപാട് ടൈം വെറുതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴി ഇപ്പോൾ ഇവിടെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എനിക്ക് പറഞ്ഞ 2 വാക്ക്, നാളെ ലീവ് വേണം. ഞങ്ങളെ ട്രിപ്പൊക്കെ അവസാനിച്ച് എല്ലാവരും ഇവിടെ സമയം 12-12:30 ആകുമ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഓക്കെ.